അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകമെമ്പാടും ഇസ്ലാമോഫോബിയ എന്ന വിഷം വ്യാപിക്കുകയാണ്. പക്ഷേ ഒരു അത്ഭുത സത്യം നോക്കൂ, അതിനൊപ്പം ഇസ്ലാമും അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു യഥാർത്ഥ സത്യത്തെ എത്ര വിമർശിച്ചാലും അത് തലയുയർത്തി തിളങ്ങും. ഇസ്ലാമിൻ്റെ ഈ അനുഗ്രഹീത വളർച്ച അതിൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശമാണ്. നോക്കൂ, ഈ അനിശ്ചിതത്വങ്ങളുടെ കാലത്തും ആഗോള സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മനുഷ്യരെ വലക്കുന്ന ഈ ഘട്ടത്തിലും മുസ്ലിം സമുദായം എത്ര അർപ്പണബോധത്തോടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ മുഴുകിയിരിക്കുന്നു. ദുരന്തങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാ മേഖലകളിലും സഹായഹസ്തവുമായി എത്തുന്ന ഈ സമുദായത്തിൻ്റെ ത്യാഗം അസാധാരണമാണെന്ന് പറയണം. ഇതിനർത്ഥം മറ്റുള്ളവർ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ നമ്മുടെ കേരളത്തിൽ തന്നെ മുസ്ലിം സംഘടനകൾ എത്ര ശക്തമായി രംഗത്തുണ്ട്. ഒരു കൂട്ടം ആളുകൾ ദുരിതബാധിതർക്ക് ഭക്ഷണവും വൈദ്യസഹായവും എത്തിക്കുമ്പോൾ മറ്റൊരു കൂട്ടം പ്രവാസികൾക്കും അഗതികൾക്കും താമസവും സുരക്ഷയും ഒരുക്കുന്നു. എന്തൊരു ആത്മാർത്ഥമായ കരുതലാണിത്! ലോകമെങ്ങും മുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ അതിരുകളില്ലാത്തതാണ്. യുദ്ധഭൂമികളിൽ നിന്ന് പ്രകൃതി ദുരന്ത മേഖലകളിൽ വരെ അവർ നൽകുന്ന സേവനം മനുഷ്യത്വത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. ഇതിന് അവരെ പ്രചോദിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ ഹൃദയമാണ്. നന്മ, സ്നേഹം, സഹവർത്തിത്വം എന്നിവ മാത്രം പഠിപ്പിക്കുന്ന ഒരു ദിവ്യ നിയമങ്ങൾ. എന്നിട്ടും ലോകമാധ്യമങ്ങൾ ഇസ്ലാമിൻ്റെ ഈയൊരു തിളങ്ങുന്ന മുഖം മറച്ചു പിടിക്കുന്നു. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്ലാമിൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് അക്രമം നടത്തുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ വികലമായ ചിത്രം മാത്രം. അവരാണ് ഇസ്ലാമെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഇസ്ലാമിക ലോകം ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തി സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നു. എന്നിട്ടും ഈ വക്കീകൃത ചിത്രീകരണങ്ങൾക്കിടയിലും ലോകമെങ്ങും ആളുകൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്നു. പലരും, പ്രമുഖരും സാധാരണക്കാരും ഇസ്ലാമിൻ്റെ സ്നേഹവും സമാധാനവും മനസ്സിലാക്കി അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിനൊരു ഉദാഹരണമാണ് അമേരിക്കൻ പാസ്റ്റർ സാമുവൽ. തൻ്റെ ജോലിയുടെ ഭാഗമായി ആദ്യമായി സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അറബ് ലോകത്തെക്കുറിച്ച് വെറുപ്പും തെറ്റിദ്ധാരണയും മാത്രമായിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ മുസ്ലിമീങ്ങളെയും അറബികളെയും മോശമായി ചിത്രീകരിക്കുന്നതിൻ്റെ ഫലമായിരുന്നു അത്. പക്ഷേ ജിദ്ദയിലെത്തിയപ്പോൾ സാമുവലിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നല്ല മനുഷ്യരെ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. നിന്റെ മതം എന്തെന്ന് ചോദിക്കാത്ത, ആദ്യം സലാം പറഞ്ഞ് മാന്യതയോടെ പെരുമാറുന്നവർ. ജിദ്ദയിൽ ലഭിച്ച ആതിഥ്യവും ഖുർആനിൻ്റെ സമാധാനപൂർണമായ ആശയങ്ങളും എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. സൗദികൾ ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണ്. അവർക്ക് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളുണ്ടെന്നും സാമുവൽ കൂട്ടിച്ചേർത്തു. ഇന്ന് സൗദി അറേബ്യയിൽ താമസിക്കുന്ന സാമുവൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന മുസ്ലിം വോയിസ് ഓഫ് പീസ് ആൻഡ് റീകൺസിലിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനാണ്. സാബിക് എന്ന വാർത്താ വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത്. ഇസ്ലാമിൻ്റെ ഈ സ്നേഹവും സമാധാനവും ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടപ്പെടേണ്ടതാണ്. അള്ളാഹു നമുക്കെല്ലാം സത്യം തിരിച്ചറിയാനുള്ള ശക്തി നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.